നീ ഇതുവരെ റെഡിയായില്ലേ? 10 മണിക്ക് അവിടെ എത്തണം. ഞാൻ 6 പാട്ട് പാടുന്ന പടത്തിന്റെ പൂജയാ. ആ പൂജ ഒന്ന് ഭംഗിയായി നടന്നോട്ടെ. അച്ഛനും മക്കളും പോയാ മതി. ഇന്ന് ഞാനില്ല. അതെ, അവിടെ വന്നാ എന്തെങ്കിലും ഒരു കോപ്പിരാട്ടി എന്റെ ഭാഗത്തുനിന്ന് വീഴും. അബദ്ധം ഒന്നും ഉണ്ടാവണ്ട. മാഷിന്റെ ഓരോ കാര്യങ്ങളും ഭംഗിയായി നടക്കണം. എനിക്ക് അത്രേ വേണ്ടു. എന്റെ കാര്യങ്ങളൊക്കെ നീ ഉണ്ടെങ്കിലേ ഭംഗിയായിട്ട് നടക്കും. ആവശ്യമില്ലാത്ത സങ്കടം ഒന്നും വേണ്ട. ദാ എന്റെ വേഷം കണ്ടില്ലേ? ഇതിന് മാച്ച് ചെയ്യുന്ന ആ കരിം പച്ച കളർ സാരിയില്ലേ, അത് കൊടുത്തോണ്ട് വേഗം വാ. എന്റെ മാഷെ, നമ്മൾ തമ്മിൽ ഒരു മാച്ചിങ്ങും ഇല്ല. ഇല്ലാത്ത മാച്ചിങ് ഒരു സാരി എടുത്ത് കൊടുത്തോണ്ടുണ്ടാവോ? മാഷ് പറഞ്ഞ പോലെ കരിം പച്ച മാച്ചിങ് പൂജക്കാണെങ്കിൽ ആ കാറിലോട്ട് കയറും. മാഷും കുട്ടികളൊക്കെ റെഡി. ഇതിനെ താഴത്ത് വെച്ചാലും മേശപ്പുറത്ത് വെക്കരുത്. ഇച്ചിച്ചി പാത്തും. അയ്യോ, പേടിക്കണ്ട, ചന്തി പൊതിഞ്ഞിട്ടുണ്ട്. ചേച്ചി വരുന്നില്ലേ? എനിക്ക് സമയം എടുക്കും. ഞാൻ ഈ വേഷം മാറി വെറ്റില മാറ്റി മേക്കപ്പ് ഇട്ട് വരാൻ 1.5 മണിക്കൂറെങ്കിലും എടുക്കും. നീ ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടൊരു ഫംഗ്ഷന് പോകുന്നത്. അത് ശരിയാവില്ല. അയ്യോ, അമ്മച്ചി വരണ്ട, ചേച്ചിയമ്മ വന്നാ മതി. അമ്മച്ചി പറഞ്ഞത് ശരിയാച്ചാ. അമ്മച്ചി വന്നു കഴിഞ്ഞാ പൂജ കൊളവാവും. തൽക്കാലം അമ്മച്ചി വരാതെ പൂജ ഒന്ന് പരീക്ഷിച്ചൂടെ? കുട്ടികളുടെ മനസ്സ് എപ്പോഴും സത്യവേ കാണൂ മാഷെ. ഇനി എല്ലാം ഒന്ന് ശരിയായി വരുന്നത് വരെ പ്രോഗ്രാമിനൊന്നും ഞാനില്ല. ഞാൻ വന്ന ശരിയാവൂല. പ്ലീസ് ചേച്ചി, ഒന്നിച്ചു പോവാം. ഇനിയും ചുറ്റിപ്പറ്റിയെന്നാ ഞാൻ ഇംഗ്ലീഷ് പറയും. അയ്യോ, ബൈ ബൈ. ഞാൻ മുമ്പില്. ഞാൻ ചേച്ചിയമ്മയുടെ അടുത്ത്. അല്ല, ഞാൻ കൃഷ്ണ, ഈ പൂജ ഒരു നല്ല മാറ്റത്തിനാവണേ. ഇനി അങ്ങോട്ട് ഒരു കുഴപ്പം ഉണ്ടാവല്ലേ. എന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല, നമ്മുടെ ആരുടെ ഇല്ല. ചേച്ചിയമ്മയുടെ അച്ഛന്റെയും മാത്രം. ഒത്തിരി ഫോട്ടോ ഉണ്ടല്ലോ. അച്ഛനെ ചേച്ചിയമ്മയുടെ കൂടെ കാണാൻ എന്ത് ഭംഗിയല്ലേ. മീശയ്ക്ക് വരെയൊരു തിളക്കമുണ്ട്. അമ്മച്ചിയോട് നിൽക്കുമ്പോ അച്ഛനിങ്ങനെ ചിരിക്കാറേ ഇല്ല. എപ്പോഴും പേടിച്ചിട്ടാ. അത് അമ്മച്ചിയുടെ വായില് വെറ്റിലുണ്ടായിട്ടാ. അമ്മച്ചി എപ്പോഴാ തുപ്പാന്നറിയില്ലല്ലോ. ഈ ഫോട്ടോയില് ചേച്ചിയമ്മയ്ക്ക് പകരം അമ്മച്ചി പ്രിന്റ് ചെയ്യില്ല. കണ്ട ചവറ് മാസികം വായിച്ചിട്ട് സമയം കളയാൻ നിങ്ങൾക്ക് പോയി വല്ലതും പഠിച്ചൂടെ? എല്ലാം പഠിച്ചു. എന്തോന്ന് പഠിച്ചു? പഠിച്ചതൊക്കെ മാറ്റുള്ള ഞാൻ ചൊന്നൂടെ പഠിക്കുക. പഠിച്ചതൊക്കെ മനസ്സിലല്ലേ? മനസ്സെങ്ങനെ മാറ്റിയ? മാറ്റണ്ട, കീറിക്കളഞ്ഞൂടെ? ഇങ്ങനെ. അയ്യോ, ഇതിൽ അച്ഛനും ചേച്ചിയമ്മയും ഉണ്ട്. എന്താ അമ്മയും മക്കളും കൂടി ഒരു കോറസ് പാട്ട്? ഞങ്ങളോട് ദേഷ്യം പിടിച്ച അമ്മച്ചി വീക്കില് കീറി. എനിക്ക് ദേഷ്യം വന്നു, കീറിക്കളഞ്ഞു. പുതിയതെന്ന് വാങ്ങിയാ പോരെ? അതിലും ഉണ്ടാവുമല്ലോ ചേച്ചിയമ്മ. മാഷിന് എരിവും പുളിയില്ലാത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രി പാട്ട് പാടാനുള്ളതല്ലേ? എരിവും പുളിയില്ലാത്ത പാലോ? നിനക്കെന്താ വെറ്റിലെ തലയ്ക്ക് പിടിച്ചു? ഏത് പാട്ടാച്ചാ ഇത്? അമ്മ ഇപ്പൊ കാണിച്ചത് മണ്ടത്തരവാ. നിന്റെ ചേട്ടനും ചേച്ചിമാരും പറഞ്ഞതൊക്കെ നേരാ. എന്നെ ഒന്നിനും കൊള്ളില്ല. എന്നെയും കൂട്ടി എനിക്ക് തന്നെ എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നുന്നില്ല. നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? നീ എന്താ എപ്പോഴും നാക്കി നിന്റെ അച്ഛന്റെ പാട്ടിന് താളം പിടിക്കുക? അയ്യോ, നിന്റെ അച്ഛനോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പൊ വരാം കേട്ടോ. അതെ, എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വെറ്റിലേ? ചന്ദ്രമതി, ഏതായാലും തുള്ളി കളിച്ച് ഡാൻസ് ഒക്കെ ചെയ്തല്ലേ. ഇനി ഒരു പരസ്യത്തിൽ വേഷം കെട്ടിക്കൂടെ? കുട്ടികളുടെ ചേച്ചിയമ്മ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാൻ മാഷോട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് വാക്കും കൊടുത്തു. എന്തിന്റെ പരസ്യം? എങ്ങനെയുണ്ട് എന്റെ വേഷം? നിന്റെ വേഷം എങ്ങനെയായാലും എനിക്കെന്താ? എന്നെ കൊണ്ട് ഇപ്പൊ ഈ വേഷം കെട്ടിക്കുന്നത് നീയാ. സപ്പോർട്ടിന് ചന്ദ്രമതി, പാട്ടുകാരന് മൈക്ക് മതി എന്നുള്ളതാണ് എന്റെ പക്ഷം. ഞാൻ ഈ വേഷം ഒന്ന് അഴിച്ചോട്ടെ. അയ്യോ അരുത്, സാർ അഭിനയിക്കണം. സാർ റെഡി സാർ. സാർ, പരസ്യചിത്രം ചെയ്യുന്നുണ്ടെങ്കിലും സിനിമയിൽ അഭിനയിക്കാനാണ് ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. സാർ വിചാരിച്ചാൽ എനിക്കൊരു ചാൻസ് വാങ്ങിത്തരാൻ പറ്റും. പുതിയ പാട്ടുകാർ വരുമ്പോ പാടിയ പഴയ പാട്ടൊക്കെ മാഞ്ഞു പോകുന്നുള്ള പേടിയിലാണ് ഞാൻ തന്നെ ജീവിക്കുന്നത്. തന്റെ പരസ്യചിത്രത്തിലെ നായകനായിട്ട് താൻ തന്നെ അങ്ങനെ അഭിനയിച്ച് ഷൈൻ ചെയ്യടോ. സംവിധായകരൊക്കെ പുറകെ വരും. അല്ല, ഞാനുണ്ട് സാർ. ഒരു ലിഫ്റ്റ് തന്നാൽ എനിക്ക് ആ ബാങ്കിന്റെ മുന്നിൽ ഇറങ്ങായിരുന്നു. അവിടെ അച്ഛനുണ്ടാവും. പിന്നെന്താ, വലതുകാലം വെച്ച് നടന്നോളൂ. ഇന്ദുവിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാറ് വേറെ വിളിക്കാം. അതിനെന്താ, വേറെ വഴിക്ക് പോകുന്ന സാറിന് എനിക്കൊരു ലിഫ്റ്റ് തന്നൂടെ? ചന്ദ്രേ
അയ്യോ ഞാനിപ്പോ എന്റെ അണ്ണന്മാരെ വിചാരിച്ചതേ ഉള്ളൂ. പെങ്ങളെ അളിയന്റെ പിറന്നാളല്ലേ ഞങ്ങള് വഴിനീളെ ആഘോഷിച്ചോണ്ട് അയ്യോ അല്ലാതെന്തിനാ കോഴികള്? ഇവിടം വരെ കൂയിക്കോട്ടെ എന്ന് കരുതി എന്തായാലും പൊരിച്ചിട്ട് ബാക്കിയുള്ളത് പെങ്ങൾക്ക് വളർത്താം, മുട്ടയിടും. പെങ്ങളെ ഇന്നത്തെ പിറന്നാളും നാളെ രാത്രിയിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ ആട്ടോ ഷാട്ടാക്കട്ടെ. അയ്യോ അണ്ണ, ആ ചുവന്ന പൂവനും വെളുത്ത പടയും കാണാനില്ല. സാരില്ല അണ്ണാ, നമ്മുടെ ഗതി അവറ്റകൾക്ക് ഉണ്ടാവാതെ എവിടെയെങ്കിലും പോയി ഫാമിലി ആയിട്ട് ജീവിക്കട്ടെ. മക്കളെവിടെ? ശിവപാർവതി, എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇന്ദു ഇന്ദു ഇങ്ങ് വാ, വാ ഇവിടെ. ഇതാണ് എന്റെ പൊന്നണ്ണന്മാര്. ഇത് അറുമുഖണ്ണൻ, ഇത് ഷൺമുഖണ്ണൻ, ഗുണശേഖരാണ്. ഞാൻ തിക്കാൻ പറയണ്ട. ഈ തിലോത്തമ ഏതാ? ഇത് ഈ വീട്ടിലെ എന്റെ എല്ലാമായ സ്വന്തം പെങ്ങള് ഇന്ദുലേഖ. പെങ്ങക്ക് പെങ്ങളാണെങ്കിലേ ഈ ആങ്ങളയ്ക്കും പെങ്ങളല്ലേ എന്റെ പെങ്ങളെ. എന്റെ പെങ്ങക്ക് ഇത് ഇരിക്കട്ടെ, അണ്ണന്റെ ഒരു ഓർമ്മയ്ക്ക് വിരലിട്ടോണ്ട് നടക്കണേ. ദാ, ഈ മാലയിലെ 916 സ്വർണം പോലെ എന്നും ഈ തിളക്കം പെങ്ങൾക്കുണ്ടാവട്ടെ. മനോഹരമായ സാരി പെങ്ങക്ക് എന്നും ഈ സാരി തന്നെ ഉടുക്കാനായിട്ട് വരട്ടെ. ദാ, വെച്ചോളൂ. ഞാൻ ഗുണശേഖര അണ്ണനാ, ഗുണം വരും എന്റെ പൊന്നു പെങ്ങളെ. എന്താ അണ്ണനൊന്നും കൊടുക്കാനില്ലേ? എന്ത് കൊടുക്കും എന്ത് കൊടുക്കാതിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നറിയാം, എന്തും കൊടുക്കാം. ഏതോ സ്വപ്നത്തിൽ ഞാൻ എവിടെയോ കുടിക്കാതെ മറന്നു വെച്ച നല്ല കട്ടിത്തൈര് പോലുള്ള മുഖം ഒന്നും മാറിയോ? ഈ മുഖത്ത് നോക്കി പെങ്ങളെന്ന് വിളിക്കാൻ എനിക്കാവില്ല. മറ്റൊന്നും എന്റെ കയ്യിലില്ല. എന്റെ അരഞ്ഞാണം തന്നാൽ ഹൃദയം തുറന്ന് സ്വീകരിക്കുമോ? 1.25 പവൻ. തുണി കൊടുക്കളിയാ. കെട്ടിപ്പിടുത്തും നിലവിളി ഒന്നും വേണ്ട. ദാ, അളിയന്മാർക്കുള്ളത് അലമാരിക്കാത്തോണ്ട് തുറക്കാം, വീശാം, ഏഴയാം. ഇന്ദു ഇന്ദു ഓ നീയുണ്ടോ? എന്റെ പിറന്നാൾ ആശംസകൾ. ഒരുപാട് സന്തോഷം ഇനിയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. മാഷെ, ഇന്ന് പിറന്നാൾ സദ്യ ഇന്ദുന്റെ വകയാ. സദ്യ മാത്രമല്ല, മാഷിന് ഏറ്റവും പ്രിയപ്പെട്ട അടപ്രഥമനും. എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എപ്പോഴും കളിയാക്കാറില്ലേ? ഇന്ന് ഇന്ദുന്റെ അടപ്രഥമൻ നോക്കിക്കോ, മാഷ് ഉരുളി അടക്കം വീഴും. ഓഹോ, അതാണ് ഒരു പ്രഥമന്റെ കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞത്. പ്രമദം തിളക്കുന്നതിന് മുമ്പേ അളിയന്റെ വായിൽ വെള്ളം ഊറി. അളിയന്റെ പപ്പടം എടുത്തോട്ടെ. ഉഗ്രം പുളിയിഞ്ചി ഉണ്ടാക്കിയത് എന്റെ പെങ്ങളല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? ആ, പെങ്ങൾ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിക്ക് 4 ദിവസം പഴക്കമുള്ള രസവടയുടെ ടേസ്റ്റാ. നാവില് വെക്കാനേ കൊള്ളത്തില്ല. ചവയ്ക്ക് അത് അളിയൻ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ. അവിയലും പച്ചടിയും കിച്ചടിയും എല്ലാം ഒന്നിനൊന്ന് നന്നായിട്ടുണ്ട്. ചേച്ചിയെ മുറിച്ചു തന്നത്. കത്തി കൈ പിടിച്ചാൽ ആർക്കും മുറിക്കാം. വെറും കഷ്ണം വെള്ളത്തിലിട്ട കറിയാവോ? അവിയൽ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമാവും. അപ്പൊ കൂട്ടുകറി വേണ്ടേ? അത് ഉഗ്രനായിട്ടുണ്ട്. കൂട്ടുകറി കുറച്ചെടുത്ത് ഞാൻ ഇപ്പോഴേ കീശയിലിട്ടു. പ്രഥമം കലക്കി. രുചി കാരണം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. പ്രമദനല്ലത് സാമ്പാറാണ്. ചേച്ചിയമ്മ എന്റെ അടുത്തിരിക്കോ പ്ലീസ്? വേണ്ട, എന്റെ അടുത്തിരി. ആ ചേച്ചിയമ്മ ഇരുന്നോളൂ, നിങ്ങൾ കഴിക്കേ. എന്നാ ചേച്ചിയമ്മ അച്ഛന്റെ അടുത്തിരിക്കേ. ഒരേല ഇടാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടട്ടാ. ഇവിടെ ഇരിക്കാം. പ്രഥമൻ സൂപ്പർ. താങ്ക് യു സാർ. രുചിയുള്ള ഭക്ഷണം നാവി തൊട്ടപ്പോ അവരമ്മച്ചയെ മറക്കുന്നുണ്ടോ? മനസ്സിനിണങ്ങിയ ആള് പാകം ചെയ്ത ഏതു മസാലപ്പൊടിയും തോക്കും. അതാ മനപ്പൊരുത്തം. നമുക്ക് കുറെ നേരം ഒന്ന് മാറി നിൽക്കാം. എന്നിട്ട് അമ്മച്ചി ഇല്ലാത്ത ഈ വീട് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം.